സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വാടാ. അതെ, ഇന്നിവിടെ ഒരു കല്യാണം ഉണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, ഞങ്ങളവരുടെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സ് ആണെങ്കിൽ ഇറങ്ങി പുറത്തു നിൽക്കുക. കല്യാണത്തിന്റെ ആൾക്കാർ വന്നിട്ടില്ല. അയാക്കിട്ടെ രണ്ടെണ്ണം പൊട്ടിക്കണ. നീ ഒന്ന് അടങ്ങ്. നമ്മൾ വന്നതെന്തിനാന്നറിയല്ലോ. രജിസ്റ്ററിൽ ഒപ്പിടുന്നതിന് മുന്നേ അവനെ തീർക്കണം. സാമൂലില്ലാതായ പൗരോച്ചൻ എന്തും തരും. എന്താ? കുഞ്ഞിന് വിശക്കുന്നു. ഒന്ന് പോടുന്ന്. ഓണത്തിനിടയ്ക്കാ പുട്ടുകച്ചവടം. അവര് വന്നു. കുഞ്ഞിന് വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ എവിടെങ്കിലും പോയി തെണ്ട്. സർക്കാർ ഓഫീസിലല്ല. കുഞ്ഞിന് വിശക്കുന്നു എന്ന്. ഇത് വലിയ ശല്യമായല്ലോ. ബെഞ്ചമിൻ സാറോ, വിവാഹത്തിന്റെ നാളും സമയമൊക്കെ അറിയിച്ച സ്ഥിതിക്ക് ചൂടോടെ ഒരാശംസ അറിയിക്കാൻ വേണ്ടി വന്നതാ. ഞാനൊരു അല്പം നേരത്തെ ആയോ? പോലീസ് വന്ന സ്ഥിതിക്ക് പ്രശ്നമാണ്. അവനെന്തെങ്കിലും സൂചന കിട്ടിക്കാണും. അതാ ഞാനും ആലോചിച്ചത്. അവനെ തട്ടാതകത്ത് പോയ പൗലോ ചേൻ തടി ഊരും. നമുക്ക് വിട്ടേക്കാം ബ്രോ. കുഞ്ഞിന് വിശക്കുന്നു. കുഞ്ഞിന് വിശക്കുന്നു. സാറേ, ഇത് കേസ് വേറെയാ. എങ്ങനെയാലും ഒന്ന് ഡീൽ ചെയ്ത് വിട്ടേക്ക്. നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ കുഞ്ഞിന് വിശക്കുന്നെന്ന്. ദേ, പോലീസ് ജീപ്പിക്കുന്നുണ്ടോ? ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ചാ നിന്നെ പിടിച്ച് ഭ്രാന്താശുപത്രിയിൽ വിടും. മര്യാദയ്ക്ക് സ്ഥലം വിട്ടോ. വന്ന സ്ഥിതിക്ക് സാർ ഇതിന് സാക്ഷിയായിട്ട് പോയാൽ മതി. അയ്യോ, ഈ കുറ്റകൃത്യത്തിൽ സാറ് കൂടി പങ്കാളിയാണല്ലോ. അതെ, ഒരു അറസ്റ്റ് ആണെന്ന് കൂട്ടി. അത് ശരി, തോൽവി സമ്മതിച്ചിരിക്കുന്നു. വിശക്കുന്നമ്മേ. സാരി മറി
സരി 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 മപ മപ മരി സരി 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 മപ സരി 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 മപ മപ മരി സരി 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 മപ. ഏയ്, നാൻസി, എന്താ എന്താ ആഹാ, ഇതെന്താ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന് കല്യാണം നടത്തുവാണോ? അതെ, ഇവിടെ പോലീസ് ഉണ്ട് കേട്ടോ. ആ ദേ ചിരിച്ചല്ലോ. ഓ, ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. സാറേ ലഡു. വേണ്ടടോ, ഷുഗറാ. ആ, എങ്ങനെ ഷുഗർ വരാതിരിക്കും? ദിവസവും കല്യാണം നടത്തുമല്ലേ? ഈ ഒരെണ്ണം കൂടി കഴിച്ചു എന്ന് വെച്ച് സാറിന് ഒന്നും വരത്തില്ല. എടുത്തു സാറ്. വിശക്കുന്നമ്മേ. മോളെ ഉറങ്ങിക്കോ. അപ്പൊ സാമൂലെ, ഞാൻ ഡ്യൂട്ടിയിലാണ്, ഇറങ്ങിക്കോട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് സാർ വന്നതിന്. എനിക്ക് ബന്ധുക്കളൊക്കെ കുറവാടോ. ഓർത്തു വയ്ക്കാൻ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നാൻസി, സന്തോഷമുണ്ട് സർ. സ്വന്തം അച്ഛൻ പോലും കൈവിട്ടപ്പോ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നില്ലേ? ഇപ്പൊ നിന്നെന്ന് മാത്രമല്ല, ഇനിയും നിൽക്കും. ബ്രദറിലേക്ക് ഓർമ്മയുണ്ടാവണം ഒരു CI അളിയനുണ്ടെന്ന്. അപ്പൊ ശരി, ഗംഭീരമായിട്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ജീവിക്കും. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ആശംസ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. സർ, എന്താ നീ? എനിക്കൊരു കാര്യം സാറിനോട് സംസാരിക്കാനുണ്ട്. നവദമ്പതികൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഇതാ. ഹായ് നാൻസി ആന്റി. അപ്പൂസേ, ഹായ് സാമംഗളെ. ആ, നിനക്ക് സുഖാനോടെ ചക്കരെ? ആ സാമംഗളെ, നാൻസി ആന്റിയുടെ സാമംഗളുടെയും കല്യാണം കഴിഞ്ഞല്ലേ? എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. സാരയുടെ ചക്കരെ, അസുഖമൊക്കെ ഭേദമായി മിടുക്കനായിട്ട് നീ വാ, നമുക്ക് അടിച്ചു പൊളിക്കാം കേട്ടോ. ഏഞ്ചൽ ചേച്ചി തിരിച്ചു വന്നു നാൻസി ആന്റി. എങ്ങനെയാ മോനെ? ഇസ ചേച്ചിയോടും കെവിനോടൊക്കെ എന്റെ അന്വേഷണം പറയണേ. പറയാം. നാൻസി ആന്റിക്കും സാമംഗളിനും മോനെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമുള്ളൂ. ഞാൻ വെക്കേ നാൻസി ആന്റി, എനിക്ക് കരച്ചില് വരുന്നു. മോനെ, അയ്യോ, കട്ടായി. നാൻസി, എന്താ ഇത്? ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആനി. ചാർലിയെ കൈ കിട്ടാതെ ബെന്നി വധക്കേസിൽ ഒരു ഇഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. സാറിനെ ഞാൻ എപ്പോഴും ശല്യപ്പെടുത്തുകയാണെന്ന് കരുതരുത്. എന്റെ വിഷമം കൊണ്ടാ ഞാൻ. ഏയ്, എനിക്കത് മനസ്സിലാവും. ഒരു പോലീസ് ഓഫീസർ ആയിട്ടല്ല ഏഞ്ചലിന്റെ പപ്പയോടും അമ്മച്ചിയോടും ഞാൻ പെരുമാറുന്നത്. സർ, എന്റെ ഏഞ്ചൽ മോള്. എനിക്കുറപ്പുണ്ട് ഏഞ്ചൽ മോളെ നമുക്ക് തിരിച്ചു കിട്ടും. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുള്ള CCTV ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും യാത്രക്കാരെ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അധിക ദൂരത്തൊന്നും പോയിട്ടുണ്ടാവില്ല. ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ കാണും. ആനി സമാധാനായിട്ടിരിക്കേ. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ശരി. എന്തു പറ്റി? കുഞ്ഞിനെ വിശക്കുന്നു. വാങ്ങിച്ചോ. കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോ അമ്മമാരുടെ മനസ്സിലുണ്ടാവുന്ന നീറ്റല് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക. എനിക്കും ഈ പ്രായത്തിലൊരു മോളുള്ളതാ.
ഐശ്വര്യമായിട്ട് വലതുകാല് വെച്ച് കയറ്. ഈ വീട്ടിൽ തന്നെയാ നാൻസി താമസിച്ചിരുന്നെങ്കിലും ഇപ്പോ പുതിയൊരാളായിട്ടാ ഇവിടേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. പുതിയ ചുമതലകളുമായിട്ട്. പുറമേന്ന് നോക്കുമ്പോ എളുപ്പമാണെന്ന് തോന്നുന്നുവെങ്കിലും ഭാരിച്ച ചുമതലകളാ ഒരു ഭാര്യയ്ക്ക്. കുടുംബം നോക്കുന്നത് ഭർത്താവാണെങ്കിലും അത് നടത്തേണ്ടത് ഭാര്യ. തള്ളേണ്ടത് തള്ളിയും കൊള്ളേണ്ടത് കൊണ്ടും ഭർത്താവിനെയും മക്കളെയും നേർവഴിക്ക് നടത്തണം. ഒരു ഭാര്യയുടെ കടമകൾ അവസാനിക്കുന്നത് അവരുടെ മരണത്തോടുകൂടി മാത്രമായിരിക്കും. ആ ചുമതലകളും കടമകളും എല്ലാം ഭംഗിയായിട്ട് നിറവേറ്റാൻ ബലം തരണേന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും. എന്റെ മാതാവേ, ആനിയമ്മേ, മോളെ എന്താ ചേച്ചി? ഒന്നുമില്ല. എന്തോ പറ്റി? അച്ചോ, ഒരു സംശയം. ഈ നിൽക്കുന്ന ഞാനാണോ അതോ അച്ഛനാണോ? വേറെ സംശയം വല്ലതും ഉണ്ടോ? ചോദിച്ചു നന്നായി. വേറൊരു സംശയം കൂടി ഉണ്ടച്ചോ. ചോദിച്ചോളൂ. ഈ നിൽക്കുന്ന അച്ഛനാണോ അതോ ഞാനാണോ? ഇങ്ങനൊരു സംശയം വരാൻ എന്താ കാരണം? ആകെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന കാര്യങ്ങളാ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ആനിയമ്മ എന്താച്ചോ ഏഞ്ചൽ മോളെ കണ്ടിട്ട് തിരിച്ചറിയാത്തത്? അതിന് ആനിയമ്മ കണ്ടില്ലല്ലോ. ഇനി എന്നാച്ചോ കാണുക? സമയം എത്തിയിരിക്കുന്നു വേണ്ടി. എന്താച്ചൻ പറഞ്ഞ്? ആനി ഏഞ്ചലിനെ കാണാനുള്ള സമയം എത്തിയിരിക്കുന്നു എന്ന്. സന്തോഷായി അച്ചോ, സന്തോഷായി. അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. കുഞ്ഞുമാലാഖയുടെ കഥയിലേക്ക് പുതിയൊരാളുകൂടി വരാനുണ്ട്. അതാരാച്ചോ ആ പുതിയ അവതാരം? കാത്തിരുന്ന് കണ്ടോ ചാണ്ടി, ദുഷ്ടമാലാഖകളുടെ ആ അധിപയെ. വിശക്കുന്നമ്മേ. ദേ, അമ്മ ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരുന്ന ഒന്ന് കഴിക്കോ? ദാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പൊ തരാവേ.
റിവേഴ്സ് എടുക്ക്. ഓക്കെ. എന്താ വേണ്ടത് നേത്ര? കൊച്ചു കൊള്ളാം അല്ലേ? ഒരു ഡോള് പോലെയുണ്ട്. പക്ഷേ ലക്ഷണമൊത്ത പാവക്കുട്ടികൾ നമുക്ക് വേണ്ടല്ലോ ബിജു. കണ്ടാൽ ഒരു സഹതാപം തോന്നിയാലേ കൈനീട്ടുന്ന കുട്ടിയുടെ കയ്യിൽ കാശ് കുമിയും. ഒരു കണ്ണോ കയ്യോ അങ്ങ് എടുക്കണം നേത്ര. വേലുച്ചാമി ഉണ്ടല്ലോ. கடவுளே, இந்த பாபம் எல்லாம் என்னாலே பண்ண முடியாது. நீ சொல்றே, நான் செய்யறேன். എന്താ ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്? എവിടാ നിങ്ങളുടെ വീട്? നിങ്ങൾ പോലീസാ? പോലീസല്ല, പക്ഷേ പോലീസിന് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എന്റെ പേര് നേത്രാവതി, സ്വദേശം പാലക്കാട്. ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അഭയവും തണലും ഒക്കെ കൊടുക്കുന്ന ആളാണ്. പോരുന്നു എന്റെ കൂടെ. പോയാലോ കുഞ്ഞാറ്റെ? കുഞ്ഞുങ്ങളായാൽ പറയുന്നത് അനുസരിക്കണം. നീ അവൾക്ക് പറഞ്ഞു കൊടുക്ക്. ഞങ്ങള് വരുന്നില്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് നല്ല ഭക്ഷണം, താമസം എല്ലാം തരാം. വേണ്ടത് പറഞ്ഞില്ലേ? തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടാ പോരായിരുന്നോ നേത്ര? ചുറ്റും കണ്ണു തുറന്നിരിക്കുന്ന CCTV ക്യാമറകൾ. അതിനിടയിൽ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് നിന്റെ അത്ര ബുദ്ധിമോശം ഇല്ല ബിജുക്കുട്ട. സാമൂഹ്യ സേവനത്തിന്റെ പേരിൽ നേത്രാവതി ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒറ്റ നിമിഷം കൊണ്ട് ആവിയാക്കി കളയണോ? പക്ഷേ ആ കുഞ്ഞ്, അവളുടെ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ആത്മാവിനെ ഒപ്പിയെടുക്കും പോലെ. അവളെ നമുക്ക് വേണം. ചൂണ്ടക്കൊളുത്തുള്ള ആ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് കടൽ മീനുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാൻ. വേലുച്ചാമിയുടെ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് കമ്പികൾ കുറച്ചു നാളായിട്ട് വിശ്രമത്തിലല്ലേ?
പക്ഷെ അവൾ പോയില്ലേ നേത്ര? എങ്ങോട്ട് പോവാൻ? നേത്രാവതിയുടെ കണ്ണ് ഒരു കുഞ്ഞിൽ തറഞ്ഞു പോയാൽ അവൾക്ക് പിന്നെ എങ്ങോട്ടും പോവാനാവില്ല, നേത്രാവതിയുടെ ഭിക്ഷാടന കേന്ദ്രത്തിലേക്കല്ലാതെ. கடவுள் சொல்றேன், நான் செய்றேன்.